ഹായ്, ഇന്ന് നമ്മൾ പീരിയോഡിക് ടേബിളിലെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് എല്ലാം ഒരുമിച്ച് നമ്മൾ ഒറ്റ വീഡിയോയിൽ നോക്കുകയാണ്. വാട്ട് ആർ പീരിയോഡിക് പ്രോപ്പർട്ടീസ് വിച്ച് റിപ്പീറ്റ് ആഫ്റ്റർ എ റെഗുലർ ഇന്റർവെൽ ആർ കോൾഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ഇലക്ട്രോണിക് എൻതാൽപ്പി, ഇലക്ട്രോപോസിറ്റിവിറ്റി, ഇലക്ട്രോനെഗറ്റിവിറ്റി, അയണൈസേഷൻ എൻതാൽപ്പി, അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ്, ഇവയ്ക്കൊക്കെ ഒരു ജനറൽ ട്രെൻഡ് ഉണ്ട്. ആ ഒരു പ്രോപ്പർട്ടീസിനെ നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂക്ലിയസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ സെൻട്രൽ നിന്ന് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ആ പാർട്ട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ന്യൂക്ലിയസിന്റെ റേഡിയസ്. ഒരു ആറ്റം ഒരു സർക്കിൾ പോലെയാണെന്ന് നമുക്കറിയാം, നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആറ്റത്തിന്റെ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നതും ഇത്തരത്തിൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് മുതൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ മറ്റു ചില റേഡിയസ് ആയിട്ടാണ് ഇവ എക്സ്പ്രസ് ചെയ്യുക. ഒന്ന് കോവാലന്റ് റേഡിയസ്, ഇന്റർന്യൂക്ലിയർ രണ്ട് കോവാലന്റി ബോണ്ടഡ് ആറ്റംസിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസുകൾ തമ്മിൽ, ഇവയുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിന്റെ ഹാഫ് എടുക്കുന്നു. അതാണ് കോവാലന്റ് റേഡിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. കോവാലന്റി ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റത്തിന്റെ കേസിലാണ് കോവാലന്റ് റേഡിയസ് എടുക്കുന്നത്, ക്ലോറിൻ മോളിക്യൂളൊക്കെ പോലുള്ള കോവാലന്റ് ബോണ്ടഡ് ആറ്റത്തിന്റെ കേസിൽ. ഇനി മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത് മെറ്റാലിക് അയോൺസിന്റെ അല്ലെങ്കിൽ മെറ്റാലിക് ക്രിസ്റ്റൽസിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിന്റെ ഹാഫ്, ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ്. വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു രണ്ട് നോൺ ബോണ്ടഡ് ആറ്റംസ്, ബോണ്ടുകളൊന്നും ഇല്ലാത്ത രണ്ട് നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് തമ്മിലുള്ളതാണ് വാൻ ഡെർ വാൾസ് റേഡിയസിൽ നമ്മൾ എടുക്കുന്നത്. അതായത് ബോണ്ടുകളൊന്നും ഇല്ലാത്ത ആറ്റത്തിന്റെ കേസിൽ മോണോ അറ്റോമിക് ആയിട്ടുള്ള ആറ്റത്തിന്റെ ഒക്കെ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ് എടുക്കുന്നത്. ഇനി അറ്റോമിക് റേഡിയസ് ഒരു ഗ്രൂപ്പിലെ ഒരു പീരീഡിലുള്ള ആ ഒരു വേരിയേഷൻ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ട ഒരു കാര്യം അറ്റോമിക് സൈസിലുണ്ടാവുന്ന ഡിഫറൻസ് ആണ്. പീരിയോഡിക് ടേബിളിൽ ഒരു പീരീഡിലും ഗ്രൂപ്പിലും ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം ഒക്കെ അറ്റോമിക് സൈസിൽ എന്ത് വ്യത്യാസം വരുന്നു എന്ന് അറിഞ്ഞാൽ നമുക്ക് ഈ അറ്റോമിക് റേഡിയസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോപോസിറ്റിവിറ്റി, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് അറ്റോമിക് സൈസിനുണ്ടാവുന്ന വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത്. എന്താണ് അറ്റോമിക് സൈസിലുള്ള വ്യത്യാസം? ആറ്റത്തിന്റെ സൈസ് ഗ്രൂപ്പിൽ മേലിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? ആറ്റത്തിൽ ഉണ്ടാവുന്ന എന്ത് വ്യത്യാസമാണോ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഇങ്ങനെ ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്നതിനനുസരിച്ച് ആറ്റത്തിൽ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഹൈഡ്രജന്റെ കേസിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ, 1s1. ലിഥിയത്തിന്റെ കേസിൽ 3 ആണ് അറ്റോമിക് നമ്പർ, 1s1, 1s2, 2s1 ആണ് ലിഥിയത്തിന്റെ അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോഡിയത്തിന്റെ കേസിൽ വരുമ്പോൾ 1s2, 2s2, 2p6, 3s1, അപ്പൊ 3 ഷെല്ലായി. ഇത്തരത്തില് ഈ ആറ്റംസ് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും അവയുടെ ഷെല്ലുകളുടെ എണ്ണം കൂടും. ഇവിടെ വരുമ്പോൾ 3 ഷെല്ലായി, 4 ഷെല്ലായി, 5 ഷെല്ല്, 6 ഷെല്ല്, 7 ഷെല്ല്. ഇങ്ങനെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആറ്റത്തിന്റെ സൈസും കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ അറ്റോമിക് സൈസ് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും കൂടുകയാണ് ചെയ്യുന്നത്, കാരണം അവയുടെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നുണ്ടെങ്കിലും അതിനേക്കാളും ഒക്കെ കൂടുതലായിട്ട് ഈ ഒരു അറ്റോമിക് സൈസ് കൂടുന്നത് കൊണ്ട്, ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് അറ്റോമിക് സൈസ് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും അറ്റോമിക് സൈസ് കൂടുകയാണ് ചെയ്യുന്നത്, ആസ് ഗോയിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ എന്താ വ്യത്യാസം? അതിൽ ലെഫ്റ്റ് ടു റൈറ്റിൽ ന്യൂക്ലിയർ ചാർജ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും അറ്റോമിക് നമ്പർ കൂടുന്നു, അതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ ചാർജും കൂടുന്നുണ്ട് അല്ലേ? ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ഇനി സൈസിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ലിഥിയം, ബെറിലിയം, ബോറോൺ, ഇങ്ങനെ ഡയറക്റ്റ് പോകുന്നതിനനുസരിച്ച് ഇവയുടെ എല്ലാം ഷെല്ലുകളുടെ എണ്ണം സെയിം ആയിരിക്കും അല്ലേ? ഇപ്പോൾ ബോറോൺ, ഇപ്പോൾ കാർബൺ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്, 1s2, 2s2, 2p2 അല്ലേ? ഇനി ഇവിടെ വരുമ്പോൾ 2p3 ആവും, 2p4 ആവും, 2p5 ആവും, ഇവിടെ വരുമ്പോൾ 2p6 ആവും. അതായത് ആ ഒരു 1s2, 2s2, 2p6 ഈ ഒരു രീതിയിൽ. അപ്പോൾ ഷെല്ല് ആകെപ്പാടെ 2 ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത്. ന്യൂക്ലിയസ് ഉണ്ട് 1s, 2. അപ്പോൾ രണ്ടാമത്തെ ഷെല്ല് വരെ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഈ ഒരു സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് നോക്കുമ്പോൾ തേർഡ് പീരീഡ് എലമെന്റ്സ് എല്ലാം തേർഡ് ഷെല്ലായിരിക്കും ഇലക്ട്രോൺസ് പോകുന്നത്, അടുത്തത് ഫോർത്ത് ഷെല്ലായിരിക്കും. ഈ രീതിയിൽ നമ്പർ ഓഫ് ഷെൽസ്
ഒരു പീരീഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെൽസ് സെയിം ആയിരിക്കും. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഇതിന്റെ എല്ലാത്തിന്റെയും ഷെല്ലിന്റെ നമ്പർ 2 തന്നെയായിരിക്കും. അപ്പോൾ ഷെല്ലിന്റെ നമ്പറിൽ വ്യത്യാസം വരുന്നില്ല. പിന്നെ എന്തിലേ വ്യത്യാസം വരുന്നുള്ളൂ? ന്യൂക്ലിയർ ചാർജിലേ വ്യത്യാസം വരുന്നുള്ളൂ. ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നുണ്ട്, പക്ഷേ ഷെല്ല് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഔട്ടർ ഇലക്ട്രോൺസിനെ ഈ ന്യൂക്ലിയസ് കൂടുതൽ അവരുടെ സെന്ററിലേക്ക് അടുപ്പിച്ച് പിടിക്കും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും. അതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പോൾ ഷെല്ലിന്റെ എണ്ണം സെയിം ആണ്, പക്ഷേ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നു. അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ആറ്റം കൂടുതൽ അട്രാക്ട് ചെയ്ത് പിടിക്കും. അപ്പോൾ ജനറലി ഒരു പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് ടു റൈറ്റ് ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നത് കൊണ്ട് ആറ്റത്തിന്റെ സൈസ് കുറയാണ് ചെയ്യുന്നത്. ഇനി ഒരു ഗ്രൂപ്പിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം ഷെല്ലിന്റെ എണ്ണം കൂടുന്നു, ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഓരോ ഗ്രൂപ്പിലെ ഓരോ പീരീഡ് കഴിയും തോറും ഷെല്ലിന്റെ എണ്ണം ഓരോന്ന് വീതം കൂടുന്നുള്ളത് കൊണ്ട് അതിന്റെ സൈസ് കൂടുന്നു. ഈ ഒരു ജനറൽ ട്രെൻഡ്, അറ്റോമിക് സൈസ് അറിഞ്ഞിരുന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു കാര്യം വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ അറ്റോമിക് റേഡിയസിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. ഒരു ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ സൈസിനനുസരിച്ചാണല്ലോ വ്യത്യാസം വരുന്നത്. സോ ഒരു ഗ്രൂപ്പിൽ അറ്റോമിക് റേഡിയസ് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നതിനനുസരിച്ച്. ഓക്കെ, അറ്റോമിക് സൈസിന്റെ സെയിം ട്രെൻഡ് തന്നെയാണ് അറ്റോമിക് റേഡിയസിനും ഉള്ളത്. ഇനി നോബൽ ഗ്യാസിന്റെ കേസിൽ അറ്റോമിക് റേഡിയസ് കുറച്ച് കൂടുതലായിരിക്കും. കാരണം നോബൽ ഗ്യാസ് മോണോ അറ്റോമിക് ആയതുകൊണ്ട് നമ്മൾ വാൻ ഡെർ വാൾസ് റേഡിയസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് അയോണിക് റേഡിയസ്. അയോണിക് റേഡിയസ് എന്ന് പറയുന്നത് ഒരു അയോണിക് ക്രിസ്റ്റൽ, കാറ്റയോണും ആനയോണും ചേർന്ന് ഫോം ചെയ്തിരിക്കുന്ന ഒരു അയോണിക് ക്രിസ്റ്റലിലെ കാറ്റയോണിന്റെയും ആനയോണിന്റെയും ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആണ് അയോണിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അയോണിക് റേഡിയസ് എന്ന് പറയുന്നത് അയോണിക് റേഡിയസും അറ്റോമിക് റേഡിയസും സെയിം ട്രെൻഡ് തന്നെയായിരിക്കും ഉള്ളത്. അതായത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയോണിക് റേഡിയസ് കൂടി വരുന്നു, ലെഫ്റ്റ് ടു റൈറ്റ് അയോണിക് റേഡിയസ് കുറയുന്നു. അറ്റോമിക് റേഡിയസ് പോലെ തന്നെ അറ്റോമിക് റേഡിയസ് അറ്റോമിക് സൈസ് അനുസരിച്ച് തന്നെ വ്യത്യാസം വരുന്നു. ഓക്കെ, ഇനി ഒരു കാര്യമുള്ളത്, കാറ്റയോൺ എപ്പോഴും പേരന്റ് ആറ്റത്തെക്കാളും ചെറുതായിരിക്കും. കാരണം ഓൾറെഡി കാറ്റയോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ ഒരു ന്യൂക്ലിയസ് കുറച്ചുകൂടി വിജിലന്റ് ആയിട്ട് ആ ഒരു ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് പിടിക്കും. അതുകൊണ്ട് അപ്പോൾ ഒരു ആനയോൺ എങ്ങനെയായിരിക്കും? എപ്പോഴും പേരന്റ് ആറ്റത്തെക്കാളും വലുതായിരിക്കും. കാരണം ഇലക്ട്രോണിന്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ ആ ആറ്റം വലുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അയോണിക് റേഡിയസ് ഒരു വ്യത്യാസം. അറ്റോമിക് റേഡിയസിന്റെയും അയോണിക് റേഡിയസും ഫസ്റ്റ് പീരിയോഡിക് പ്രോപ്പർട്ടി ആണ്. സോ അത് നമുക്ക് അറ്റോമിക് സൈസ് മാത്രം വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തത് അയോണൈസേഷൻ എൻതാൽപ്പി. എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി? ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിൽ നിന്നും ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എനർജി നമ്മൾ ചെലവാക്കണം എന്നുള്ളതാണ് അയോണൈസേഷൻ എൻതാൽപ്പി. സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ഒക്കെ പോലെ ഏത് എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും ആ എലമെന്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എനർജി കൊടുക്കണം എന്നുള്ളതാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ എപ്പോഴും ഇലക്ട്രോണിനോട് അട്രാക്ഷൻ ഒരുപാട് കൂടിയിരിക്കുന്ന ആറ്റത്തിന്റെ കേസിൽ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ കേസിൽ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. ഇനി അപ്പോൾ ആറ്റത്തിന്റെ സൈസും അയോണൈസേഷൻ എൻതാൽപ്പി നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്ത് പറയാം? ഒരു ആറ്റം, ചെറിയ ഒരു ആറ്റമാണ്, ആ ആറ്റത്തിൽ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസിനെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ന്യൂക്ലിയർ ചാർജ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് പിടിക്കുന്നുണ്ട് അല്ലേ? ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ് നമുക്കറിയാം, ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയർ ചാർജ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ രണ്ട് ആറ്റംസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ആറ്റം കുറച്ചൊരു സൈസ് കൂടിയതാണ് അല്ലേ? അപ്പോൾ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ എങ്ങനെയായിരിക്കും? ന്യൂക്ലിയർ അട്രാക്ഷൻ കുറച്ചും കൂടി കുറവായിരിക്കും, കുറച്ച് വലിപ്പം കൂടിയ ആറ്റത്തിന്റെ കേസിൽ അല്ലേ? അപ്പോൾ ഷെല്ലിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ വലിപ്പം കൂടും നമുക്കറിയാം. അതിനനുസരിച്ച് നമുക്ക് ന്യൂക്ലിയസിനെ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് പിടിക്കാനുള്ള ആ ഒരു കഴിവ് കുറച്ച് കുറയും. അതിനനുസരിച്ച് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുവോ കുറയുവോ? അയോണൈസേഷൻ എൻതാൽപ്പി കുറയും. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഒരു എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. നിങ്ങൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ക്ലാസ് കൺസിഡർ ചെയ്താൽ മതി. ഒരു ചെറിയ ക്ലാസ് ഉണ്ട്, 10 കുട്ടികളുള്ള ഒരു ക്ലാസ്. ആ ക്ലാസ്സിന്റെ ലാസ്റ്റത്തെ ബെഞ്ചിലിരിക്കുന്ന ഒരാളെ നമുക്കൊന്ന് പുറത്തിറക്കണം, ടീച്ചർ അറിയാതെ. പറ്റുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല അല്ലേ? ആ കുട്ടികളൊന്ന് ശ്വാസം വിട്ടാൽ പോലും ടീച്ചർ അറിയും. ഇനി 80 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ തിങ്ങി നിറഞ്ഞ് പിള്ളേരിയ്ക്കുകയാണ്, ടീച്ചറുണ്ട്. പുറകത്തെ ബെഞ്ചിൽ നിന്ന് ഒരാൾ വയ്യ പുറകോട്ടിറങ്ങി പോയാൽ പോലും ടീച്ചർ അറിയാൻ സാധ്യതയില്ല. കാരണം എന്താ? ക്രൗഡഡ് ആണ് ക്ലാസ് അല്ലേ? ഇതുപോലെ തന്നെ വലിയ ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് എത്തിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് അയോണൈസേഷൻ എനർജി കുറച്ച് മതി. അല്ലെങ്കിൽ ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ പുറത്തേക്ക് എത്തിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതിനുവേണ്ട എനർജി
കുറച്ച് മതി. ഈ ഒരു സെയിം കൺസെപ്റ്റ് ഓർത്തിരുന്നാൽ മതി, അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും? പീരിയോഡിക് ടേബിൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ക്ലാസിന്റെ വലിപ്പം കുറയുന്തോറും പിള്ളേരെ ഒരിക്കലും പുറത്തേ അടിക്കാൻ പറ്റില്ല അല്ലേ? അതുപോലെ ആറ്റത്തിന്റെ സൈസ് കുറയുന്തോറും ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് മാക്സിമം അട്രാക്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്, ഇലക്ട്രോണിനെ ഒരിക്കലും പുറത്തേ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ പുറത്തേ അടിക്കാനുള്ള എനർജി എങ്ങനെയായിരിക്കും? ഒരുപാട് വേണം, കൂടുതലായിരിക്കും. ഇനി ഒരു ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും? ആറ്റം വലുതായിക്കൊണ്ടിരിക്കുന്നു, ഇലക്ട്രോൺസിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല, അതുകൊണ്ട് ഇലക്ട്രോണിനെ പുറത്തേ അടിക്കാൻ നമുക്ക് എളുപ്പമാണ്, അയോണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. ഇതാണ് ജനറൽ ട്രെൻഡ്. ഇനി ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ഇലക്ട്രോണിനെ പുറത്തേ അടിക്കാൻ വേണ്ട എനർജി. സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ ഇലക്ട്രോണിനെ പുറത്തേ അടിക്കാൻ വേണ്ട എനർജി. ആദ്യം ഒരു ഇലക്ട്രോൺ ഓൾറെഡി പോയി കഴിഞ്ഞാൽ എപ്പോഴും ആറ്റത്തിന് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉള്ളത് അല്ലേ? പിന്നെ ആ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കൂടി റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഇനി അയോണൈസേഷൻ എൻതാൽപ്പിയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് അറ്റോമിക് സൈസ് ആണ്. അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും. ന്യൂക്ലിയർ ചാർജ്, ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുമ്പോൾ ഒരിക്കലും അവരെ പുറത്തേ അടിക്കാൻ പറ്റില്ല, അയോണൈസേഷൻ എൻതാൽപ്പിയും കൂടുതലായിരിക്കും. പിന്നെ ഉള്ളത് ഷീൽഡിംഗ് എഫക്ട്. ഷീൽഡിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയർ അറ്റോമിക് നമ്പർ ഉള്ള ആറ്റത്തിന്റെ ഒക്കെ കേസിൽ ഇന്നർ ഇലക്ട്രോൺസ് പുറത്തുള്ള ഇലക്ട്രോൺസിനെ ന്യൂക്ലിയർ ചാർജിൽ നിന്ന് ഷീൽഡ് ചെയ്ത് വെക്കും. അതായത് ഇപ്പോൾ ഇവിടേക്കുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ന്യൂക്ലിയസിന്റെ ചാർജ് പുറത്തേക്ക് എത്താതെ, അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ശ്രദ്ധ പുറത്തേക്ക് എത്താതെ അവർ ഷീൽഡ് ചെയ്ത് വെക്കും. അതിനെയാണ് ഷീൽഡിംഗ് എഫക്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികൾ പുറകിലേക്ക് ഒരു ടീച്ചേഴ്സിന്റെ ശ്രദ്ധ എത്താതെ ഷീൽഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ പിന്നെ പുറകിലുള്ളവർക്ക് ശ്രദ്ധ കിട്ടുമോ? ഇല്ല. അപ്പൊ പിന്നെ അവർക്ക് ഉഴപ്പാൻ എളുപ്പമാണ്. അതുപോലെ ഷീൽഡിംഗ് എഫക്ട് കൂടുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. അതുപോലെ പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നൈട്രജൻ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണെന്ന് നമുക്കറിയാം അല്ലേ? 1s2 2s2 2p3 ആണ് അല്ലേ? പി ഓർബിറ്റലിൽ ആകെ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 6 ആണ്. അപ്പൊ 2p3 എന്ന് പറയുമ്പോൾ ഹാഫ് ഫിൽഡ് ആയി. ഇനി ഒരു ഇലക്ട്രോണിനെ വാങ്ങാനോ കൊടുക്കാനോ ഒക്കെ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അല്ലെ ഇലക്ട്രോണിനെ കൊടുക്കുകയാണല്ലോ നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പി നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നൈട്രജൻ ഇലക്ട്രോണിനെ കൊടുക്കാൻ അത്രയ്ക്ക് ഇഷ്ടമില്ല. ഓക്കെ, അപ്പോൾ ഹാഫ് ഫിൽഡ് അല്ലെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ അവർക്ക് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. കാരണം എന്താ? അവർക്ക് ഇലക്ട്രോണിനെ കൊടുക്കാൻ ആഗ്രഹമില്ല. അപ്പൊ പിന്നെ ഇലക്ട്രോണിനെ പുറത്തേ അടിക്കണേ കുറച്ച് കൂടുതൽ എനർജി നമ്മൾ ചെലവാക്കേണ്ടി വരും. ദാറ്റ്സ് ദ ട്രെൻഡ് ഓഫ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഒരു പീരീഡിൽ കാര്യം നമ്മൾ പറഞ്ഞു, ഡൗൺ എ ഗ്രൂപ്പ് പറഞ്ഞു. ഇത് സെക്കൻഡ് പീരീഡ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ ബെർലിയത്തിന്റെയും ബോറോണിന്റെയും കേസാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഉള്ളപ്പോൾ അവർക്ക് ഇലക്ട്രോൺ ചെലവാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബെർലിയത്തിന്റെ കേസിൽ 1s2 2s2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബോറോൺ ആകുമ്പോൾ 1s2 2s2 2p1 വരും. അപ്പോൾ ബോറോണിന് ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് 1s2 2s2 ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പക്ഷെ ബെർലിയം കയ്യിലുള്ള ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള ടെൻഡൻസി കുറവാണ്. അപ്പോൾ ജനറലി നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ എങ്ങനെയാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നൈട്രജൻ ആണോ ഓക്സിജൻ ആണോ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ വരേണ്ടത്? ഓക്സിജൻ ആണ് ശരിക്കും അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ വരേണ്ടത്. കാരണം ലെഫ്റ്റ് ടു റൈറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, നൈട്രജൻ ആണ് കൂടുതൽ. ബെർലിയം ബോറോൺ നോക്കുമ്പോൾ ബോറോണിനാണ് കൂടുതൽ വരേണ്ടത്, പക്ഷെ ബെർലിയത്തിനാണ് കൂടുതൽ. ഈ സെക്കൻഡ് പീരീഡിലുള്ള ഒരു എക്സെപ്ഷൻസ് ആണ്. കാരണം എന്താണ്? ഇവരൊക്കെ ഹാഫ് ഫിൽഡ് ആയിട്ട് നിൽക്കുകയാണ്, സ്റ്റേബിൾ ആണ് ഓൾറെഡി, ഇനി ഇലക്ട്രോണിനെ കൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ, അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ട്രെൻഡ്. അടുത്തത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് ചേഞ്ച് ആണ്. ഓൾറെഡി ഉള്ള ഇലക്ട്രോൺ ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നു, ആറ്റം നെഗറ്റീവ് ആയിട്ട് മാറുന്നു അല്ലെങ്കിൽ ആനയോൺ ആയിട്ട് മാറുന്നു. അപ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന എനർജി. അപ്പോൾ എനർജി റിലീസ് ചെയ്താൽ അത് എപ്പോഴും എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. -20 കിലോ ജൂൾ എന്നൊക്കെ ആയിരിക്കും, കിലോ ജൂൾ പെർ മോൾ ഒക്കെ ആയിരിക്കും എനർജി. അപ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആയിരിക്കും എനർജി റിലീസ് ചെയ്യുന്ന കേസിലെല്ലാം. ഇനി ഫോർ മോസ്റ്റ് ഓഫ് എലമെന്റ്സ് എനർജി റിലീസ്ഡ് വെൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ദെയർ ആറ്റം, അതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും. നോബൽ ഗ്യാസസിന് ലാർജ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ്, കാരണം അവർക്ക് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ് ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അറ്റോമിക് സൈസിന്റെ വേരിയേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസി ആയിട്ട് പറയാൻ പറ്റും. അറ്റോമിക് സൈസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ഓക്കെ, അറ്റോമിക് സൈസ് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് കൂടുവാണെന്ന് നമുക്കറിയാം.
ആറ്റത്തിന്റെ സൈസ് കൂടി വരുന്നു. അതിനനുസരിച്ച് ഇങ്ങോട്ടൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ ഇവർക്ക് ഇഷ്ടമുണ്ടോ? ഇഷ്ടമില്ല അല്ലേ? കാരണം എന്താണ്? ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് പിടിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ആറ്റത്തിന് വലിപ്പം കൂടുതലാണ്. അന്നേരം പിന്നെ ഇനി ഒരു ഇലക്ട്രോണിനെയും കൂടി കിട്ടിയാൽ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇവയുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എങ്ങനെ ആയിരിക്കും? ലെസ് നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ വാല്യൂ കുറവാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ലെസ് നെഗറ്റീവ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് അതിന് താല്പര്യമില്ല. ഇനി ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ കൂടും. അപ്പോൾ മോർ നെഗറ്റീവ്, ഈ മോർ എന്നുള്ള ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുന്നത് എപ്പോഴാണ്? മോർ നെഗറ്റീവ് ആവുന്ന കേസിലാണ്. അല്ലെങ്കിൽ ആ കേസിൽ മാത്രമാണ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. നമുക്കത് ഈ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കുറയുന്നു. അതിനനുസരിച്ച് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഹയർ ആവുന്നു, അല്ലെങ്കിൽ മോർ നെഗറ്റീവ് ആവുന്നു. ഹയർ ആവുക എന്നുള്ളതിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് മോർ നെഗറ്റീവ്. ഇനി ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ്? മേളിൽ താഴേക്ക് വരുന്നവരും ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയുന്നു, അല്ലെങ്കിൽ ലെസ് നെഗറ്റീവ് ആവുന്നു. ആ വാല്യൂ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ലെസ് നെഗറ്റീവ്. അപ്പോൾ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരുടെ വാല്യൂ ലെസ് നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉള്ളവരുടെ വാല്യൂ മോർ നെഗറ്റീവ് ആയിരിക്കും ഇൻ കേസ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആറ്റത്തിന് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അപ്പോൾ അതും നമുക്ക് ഈ ആറ്റത്തിന്റെ സൈസ് വെച്ച് പറയാൻ പറ്റും അല്ലേ? ആറ്റത്തിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഇവർക്ക് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഓൾറെഡി സൈസ് കൂടുതലാണ്, ഇലക്ട്രോണിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇനി കൂടുതൽ ഇലക്ട്രോൺ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കുറയുന്നു. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ എങ്ങനെയാ? ആറ്റം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിനനുസരിച്ച് ഇവർക്ക് ഇനി ആറ്റത്തെ കിട്ടിയാലും ഇലക്ട്രോണിനെ കിട്ടിയാലും കുഴപ്പമില്ല, ഇവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാനും നോക്കാനും പറ്റും. അങ്ങനത്തെ കേസിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാ കേസും നമുക്ക് സൈസ് വെച്ചിട്ട് എന്താണ് പെട്ടെന്ന് പറയാൻ പറ്റും. സൈസ് കൂടുമ്പോൾ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കുറയുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു. ലെഫ്റ്റ് ടു റൈറ്റ് പീരിയോഡിക് ടേബിളിൽ സൈസ് കുറയുന്നു, ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റിയും കൂടുന്നു. ഇനി അടുത്തത് ഇലക്ട്രോപോസിറ്റിവിറ്റി. ഇലക്ട്രോപോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ലോസ് ചെയ്യാനുള്ള കഴിവാണ് ഇലക്ട്രോപോസിറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ്. ഇലക്ട്രോൺസിനെ കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടം ഉണ്ടാവുമോ? ഇഷ്ടം എന്താണ്? ആ ഒരു കഴിവിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസിയാണ് ഇലക്ട്രോപോസിറ്റിവിറ്റി. ഇലക്ട്രോണിനെ എങ്ങനെയും നഷ്ടപ്പെടുത്താൻ നിൽക്കും അവര്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? ഒരു പീരിയോഡിക് ടേബിളിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്താനുള്ള ടെൻഡൻസി ആർക്കായിരിക്കും കൂടുതൽ? ഈ നമ്മൾ പറഞ്ഞു ഇവർക്കൊക്കെ ആകെ ഒരു ഇലക്ട്രോണേ ഔട്ടർ ഷെല്ലിലുള്ളൂ, ഇവിടെ 2 ഇലക്ട്രോണേ ഉള്ളൂ. അത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് ഇവർ അല്ലേ? അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളവർക്ക് അല്ലെങ്കിൽ മെറ്റൽസിന് ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇലക്ട്രോപോസിറ്റിവിറ്റി ആയിരിക്കും ഇവർക്ക് കൂടുതൽ. അപ്പോൾ ഇലക്ട്രോപോസിറ്റിവിറ്റിയുടെ വാല്യൂ എങ്ങനെയാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ്. സൈസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുന്നു അല്ലേ? താഴേക്ക് വരുന്നതോറും സൈസ് കൂടുന്നു, ഇലക്ട്രോൺ കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുന്നു, ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ്. ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോഴോ സൈസ് കുറയുന്നു, ഇലക്ട്രോൺ കൊടുക്കാനുള്ള ടെൻഡൻസി കുറയുന്നു, അതുകൊണ്ട് ഇലക്ട്രോപോസിറ്റിവിറ്റി കുറയുന്നു അല്ലേ? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നവർക്ക് ഇലക്ട്രോപോസിറ്റിവിറ്റി കുറവായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ട്രെൻഡാണ്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള പീരിയോഡിക് ട്രെൻഡ്സ് അല്ലെങ്കിൽ പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ഏതൊക്കെയാണ്? മെയിൻ ആയിട്ടും അറ്റോമിക് സൈസ്. നമ്മൾ പീരിയോഡിക് ടേബിൾ എടുക്കുക, അറ്റോമിക് സൈസിന്റെ വേരിയേഷൻ, ഷെല്ലിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ചുള്ള വ്യത്യാസം നോക്കുക. ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം സൈസ് കൂടുതലാണ്, ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയാണ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോണുള്ള അട്രാക്ഷൻ, ഇലക്ട്രോപോസിറ്റിവിറ്റി, ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള ആ ഒരു കഴിവ്, അതുപോലെ തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി, അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് നമുക്ക് ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഓരോന്നിൻ്റെതും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വിശദമായിട്ട് നോക്കേണ്ടവർക്ക് അങ്ങനെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ ജനറലി ആ ഒരു പീരിയോഡിക് ട്രെൻഡ്സ് ഫുള്ളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ.